ഹേ ഗായ്സ്, ഇത്തവണ പൊപ്പയുടെ സ്കൂളിലത്തെ PTM മീറ്റിങ്ങിന് പോയപ്പോൾ ചിഹ്നം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാശി പിടിപ്പിക്കേണ്ട, കൊണ്ടുപോയിക്കോളാൻ ഡാഡി പറഞ്ഞു കേട്ടോ. കാരണം ആൾ നല്ല വാശിക്കാരിയാണ്. അങ്ങനെ ഞങ്ങൾ 3:30 ആയപ്പോഴേക്കും പൊപ്പയുടെ ക്ലാസ്സിലെത്തി. പൊപ്പ ബാഗൊക്കെ ഇട്ട് ഇപ്പം പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. വിൻഡോയിൽ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ബസ്സുകളൊക്കെ പോയല്ലോ, അപ്പോൾ ആൾക്കൊരു ടെൻഷനായി തോന്നുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിയാണ് വിളിക്കാമെന്ന്. എന്നാലും ഉള്ളിലൊരു ഭയം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഇതാ ഞാൻ പേപ്പേഴ്സൊക്കെ നോക്കുകയാണ്. ആൾ നല്ല രീതിയിൽ തന്നെ എക്സാമിനൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊപ്പയുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് നീത്തുവിനെ കണ്ടത്. നീത്തു എൻ്റെ നല്ല ഫ്രണ്ടാണ്, അതുപോലെ തന്നെ ഒരു സിസ്റ്റർ ലൈക്കാണ് കേട്ടോ. അപ്പോൾ നീത്തുവിൻ്റെ മോൾ അവിടെ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അങ്ങനെ പൊപ്പേനെ കാണിച്ചു കൊടുത്തു. ഇനി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെങ്ങനെ ഓടിക്കളിക്കുകയാണ്. ആ സമയം ഞാൻ വന്ന് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. അങ്ങനെ കുറേ തിരഞ്ഞപ്പോഴാണ് താഴെ ഗാർഡനിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്നു. ചിന്തയാണെങ്കിൽ മരത്തമ്മ കയറി കിടക്കണു. അപ്പോൾ ഞാൻ പൊപ്പയുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കളിക്കോ, ആൻറ്റി പോയിട്ട് സബ്ജക്ട് ടീച്ചേഴ്സിനെ കണ്ടിട്ട് വരട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ പൊപ്പ പറഞ്ഞു ചിന്തേനെ പാർക്കിലോട്ട് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ പൊപ്പയുടെ പാർക്കൊക്കെ കാണിച്ചു കൊടുത്തു. നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ലേറ്റായി, 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്. ജ്യൂസൊക്കെ കുടിച്ചു പോന്നു. അത്രയേ ഉള്ളൂ. ബൈ.